ഫാമിലി നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് പലപ്പോഴും അസമത്വമുണ്ടാക്കുമെന്നാണ് ഭൗതികവാദം പറഞ്ഞതെങ്കിൽ ഇസ്ലാം പറഞ്ഞു പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു ജീവിത രീതിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. എന്താണ് പ്രകൃതി തത്വം? ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. എന്താണ് കാരണം? എൻ്റെ ശബ്ദത്തിന് ഉയർച്ചയുള്ളത് കൊണ്ടല്ല, ഇവിടെ ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിൻ്റെ പിന്നിലുള്ളത് എന്താണ്? ഒരു ഇണതത്വമാണ്. പോസിറ്റീവ് നെഗറ്റീവ്, അതാണല്ലോ വൈദ്യുത ചാർജ്. നമ്മളിവിടെ വെളിച്ചം ലഭിക്കുമ്പോൾ ആ വെളിച്ചത്തിന് കാരണമായ വൈദ്യുതിയിൽ അടങ്ങിയത് ഒരു ഇണതത്വമാണ്. നിങ്ങൾ ഫാനിൻ്റെ കാറ്റ് ആസ്വദിക്കുമ്പോൾ അതിലടങ്ങിയത് ഒരു ഇണതത്വമാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ഫ്രൂട്ട്സ്, പച്ചക്കറി, അതുണ്ടായതിന് പിന്നിൽ ഒരു ഇണതത്വമാണ്. പൂവിലെ കേസരിയും ജനിയും, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റ്, അതേപോലെ കാന്തികതയിലെ നോർത്ത് പോള്, സൗത്ത് പോള്, പദാർത്ഥങ്ങളിലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ജീവലോകത്തെ ആണ് പെണ്ണ്. സുബ്ഹാനല്ലാഹ്. വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ, സകല വസ്തുക്കളെയും നാം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, 36-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ വചനം. സകല വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ച നാഥൻ എത്ര പരിശുദ്ധനാണ്. അതുകൊണ്ട് സെക്സ് എന്ന താല്പര്യത്തെ എന്തു ചെയ്യണം? ലോകത്ത് ക്രിസ്ത്യാനിറ്റി പ്രത്യേകിച്ച് 16-17 നൂറ്റാണ്ടുകളിൽ നമുക്ക് കാണാം. യൂറോപ്പിൽ ആ ജനങ്ങളുടെ കാലഘട്ടത്തിൽ അവർ പറഞ്ഞു സെക്സ് പാപമാണ്, ബ്രഹ്മചര്യമാണ് മോക്ഷമാർഗം, വിവാഹത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലക്കാണ് ഓപ്പൺ സെക്സ് എന്ന കാഴ്ചപ്പാട് യൂറോപ്പിൽ ആരംഭിച്ചിട്ടുള്ളത്. അത് പിന്നീട് ലിവിങ് ടുഗദറിലേക്കും മറ്റൊരുപാട് ആശയങ്ങളിലേക്കും ദുർമാർഗങ്ങളിലേക്ക് വഴിവിട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. ഇസ്ലാം അവിടെ പഠിപ്പിച്ചു സെക്സിനെ സപ്രസ് ചെയ്യൽ, അടിച്ചൊതുക്കൽ അത് ഒരിക്കലും പാടുള്ളതല്ല. സെക്സിനെ തുറന്നുവിടലും പാടുള്ളതല്ല. അതിനിടയിൽ മീസാഖുൻ ഗലീദ്, സുദൃഢമായ ഒരു കരാർ, വിവാഹമെന്ന കരാർ. പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന പിതാവ് അനുയോജ്യനായൊരു ചെറുപ്പക്കാരനെ അയാളുടെ കൈപിടിച്ച് നാഥൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കരാർ, സുദൃഢമായ ഒരു കരാർ. അവിടെ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന മഹത്തായ ഒരു ആശയം ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം വമിൻ ആയാതി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ, നിർവൃതിക്ക് വേണ്ടിയുള്ളതാണ് ആ ദാമ്പത്യം. അതോടൊപ്പം നിങ്ങളുടെ കണ്ണിനും നിങ്ങളുടെ ഗുഹ്യാവയവത്തിനും അത് സുരക്ഷയാണ്, വിശുദ്ധിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ധാർമ്മികത കുടുംബത്തിലാണ് നിലനിൽക്കുന്നത്. ധാർമ്മികത വിവാഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ലൈംഗികതയിലാണ് നിലനിൽക്കുന്നത്. അതിനപ്പുറത്ത് പടിഞ്ഞാറൻ ലോകം കൊണ്ടുവന്ന ലിബറലിസ കാഴ്ചപ്പാടുകളും ഓപ്പൺ സെക്സ് എന്ന സങ്കല്പവും മനുഷ്യലോകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജപ്പാനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ജപ്പാൻ എന്ന രാജ്യം തന്നെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്നാണ് ആ വാർത്തയിൽ നമ്മൾ വായിച്ചത്. എന്തേ കാരണം? 30 വയസ്സിന് താഴെയുള്ള ആളുകൾ ഇന്നവിടെ തുലവും കുറവാണ്. കാരണം എന്താണ്? ലിവിങ് ടുഗദർ, വിവാഹമില്ലാതെ ഒന്നിച്ചു കഴിയുക, കുട്ടി വേണ്ടെന്ന് തീരുമാനിക്കുന്നു. അതൊരു സാമൂഹിക സ്ട്രാറ്റജിയായി മാറിയപ്പോൾ കുട്ടികളില്ലാത്തൊരു സമൂഹമായി അവർ മാറി. അതുകൊണ്ട് വരുന്ന ഭാവിയിൽ ആ രാജ്യം തന്നെ ഇല്ലാതായേക്കാം എന്നതാണ് ഏറ്റവും അടുത്ത റിപ്പോർട്ടുകളിൽ നമുക്ക് വായിക്കാൻ സാധിച്ചത്. മനുഷ്യൻ സ്വീകരിക്കുന്ന വഴിവിട്ട ജീവിത രീതിയാണ് മാനവിക ലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.